നമസ്കാരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ വിട്ടുപിടിക്കൽ സമരം തുടങ്ങുമെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ്. ബംഗളൂരു രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനം അട്ടിമറി എന്ന റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറങ്ങും. പ്രചാരണ ചൂടിൽ സംസ്ഥാനം. ഇതുൾപ്പെടെ ഇന്ന് സംഭവിച്ച വാർത്തകളുമായി തുടങ്ങുകയാണ് ഈ വാർത്താ ബുള്ളറ്റിൻ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ 10 പേർ അറസ്റ്റിൽ. 3 പേരുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തി. കോളേജ് അധികൃതർക്കെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് 24നോട് പറഞ്ഞു. കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നവർ തന്നെയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതെന്ന് പിതാവ് ജയപ്രകാശ്. വെറും പ്രവർത്തകരല്ല, അവർ നേതാക്കന്മാരാ. അതൊന്ന് ആലോചിക്കണം. നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അവർ ചുമതലയാണ്. ഡീനിനെ പ്രതി ചേർത്തേ പറ്റുള്ളൂ. ഡീന് അവിടുത്തെ വാർഡനും കൂടെ. മുഖ്യമന്ത്രി സ്ക്വാഡ് രൂപീകരിച്ചെന്ന് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നിരുന്നു. മേഡം പറഞ്ഞത് ഇങ്ങനെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ച് കൊണ്ടുവരാം എന്നവർ പറയുന്നു. കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സംഭവിച്ചിട്ട് ഏകദേശം 10-12 ദിവസമായി. ഇപ്പോഴും പ്രധാനപ്പെട്ട എല്ലാവരും ഒളിവിൽ കിടക്കുക. 9 പേരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 9 പേരെ മൊഴി എന്തായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ SFIയുടെ പങ്ക് വ്യക്തമായെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യുവാക്കളെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് പാർട്ടികൾ പിന്തിരിയണമെന്ന് TP കേസ് പരാമർശിച്ച് ഗവർണർ പറഞ്ഞു. SFI activists being involved, everybody is, even police is admitting it. The university is also admitting it. So you are saying what is obvious, everybody knows about it. The real problem which I see is the cult of violence. Tragedies do happen. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റെന്ന് മുൻ MLA CK ശശീന്ദ്രൻ. DYSPയെ താൻ വിളിച്ചിട്ടില്ല. പ്രതികളെ CPIM സംരക്ഷിക്കില്ല. CPIM ഓഫീസിൽ പ്രതികളെ താമസിപ്പിച്ചു എന്ന ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും CK ശശീന്ദ്രൻ പറഞ്ഞു. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റായ കാര്യങ്ങളാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതികളെ താമസിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതിൽ കവിഞ്ഞൊരു വേറെ പദം ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. നിയമപരമായി ഈ കാര്യങ്ങളിൽ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. എന്തെല്ലാം പച്ചക്കള്ളാണ് മാധ്യമങ്ങളിലൂടെയും ചില ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥും മന്ത്രി V ശിവൻകുട്ടിയും സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചു. അഭിജിത്ത് മുഴക്കുന്നും അഖിൽ ഷായും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ്. അഭിജിത്ത്, ഇന്ന് 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി എത്ര പേരാണ് അറസ്റ്റിലാകാനുള്ളത്? എന്തെല്ലാം കേസുകളാണ്, കുറ്റങ്ങളാണ് ഇവരുടെ പേരിൽ ചുമത്തുക? സ്മിത, പോലീസിന്റെ പ്രതിപ്പട്ടികയിലുള്ളത് 18 പേരാണ്. അതിൽ 10 പേരുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രേഖപ്പെടുത്തിയ അറസ്റ്റിനെ കുറിച്ചാണ്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 പേരുടെ അറസ്റ്റാണ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, യൂണിയൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ യൂണിയൻ അംഗം, ഇങ്ങനെയുള്ളവരാണ് ഈ 3 പേർ. ഇവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ മൊത്തം 10 പേരുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ബാക്കി 8 പേർ, ഈ പ്രതിപ്പട്ടികയിലുള്ള ബാക്കി 8 പേർ നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നമുക്കറിയാം, ഏറെ ക്രൂരമായ പൈശാചികമായ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിലാണ്, അതിൻ്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് സിദ്ധാർത്ഥ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നിലവിൽ പുറത്തു വരികയാണ്. കൂടുതൽ അറസ്റ്റ് ഇന്ന് നടക്കുകയാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ SFI നേതാക്കൾക്കെതിരായ ആരോപണം, തുടർന്ന് ഈ SFI നേതാക്കളുടെ അറസ്റ്റ് എന്നിവയാണ്. ഈ പോലീസ് നിലവിൽ പറയുന്ന ഒരു കാര്യം, കൂടുതൽ പ്രതികൾ, കൂടുതൽ പേർ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രൂരമായ ഒരു മർദ്ദനം സിദ്ധാർത്ഥ് നേരിട്ടിട്ടുണ്ട്, ആൾക്കൂട്ട വിചാരണ സിദ്ധാർത്ഥ് നേരിട്ടിട്ടുണ്ട്. അത് കേവലം 18 പേരിൽ ഒതുങ്ങുന്നതല്ല. 25-ലധികം പ്രതികൾ ഈ ഒരു കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതിനാൽ തന്നെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ അന്വേഷണ ചുമതലയുള്ള കൽപ്പറ്റ ഡിവൈഎസ്പിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെയാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘം
സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം DGPയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക അന്വേഷണ സംഘം 24 അംഗങ്ങളുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിക്കാണ് അതിൻ്റെ മേൽനോട്ട ചുമതല, കൽപ്പറ്റ DYSPക്കാണ് അന്വേഷണ ചുമതല. അങ്ങനെ ആ ഒരു വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൂടുതൽ പേർ ഇതിൻ്റെ ഗൂഢാലോചനയിൽ അടക്കം പങ്കുചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ മൃഗീയമായ രീതിയിൽ 3 ദിവസത്തോളം ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു, ശേഷം ഭക്ഷണം പോലും നൽകാതെ മർദ്ദിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണോ എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ കോളേജ് അധികൃതർക്കെതിരെയും ഒരു ആരോപണം അല്ലെങ്കിൽ കോളേജ് അധികൃതർക്കെതിരെയും പല കോണുകളിൽ നിന്ന് ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോളേജ് ഡീനിനെതിരെയുള്ള ആരോപണമാണ്. അതായത് രാവിലെ മന്ത്രി ജെ ചിഞ്ചുറാണി ഉന്നയിച്ചൊരു വിമർശനം, ഒരു ആരോപണം. അതായത് ഡീൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, ഈ മരണമടക്കമുള്ള കാര്യങ്ങൾ രക്ഷിതാക്കളെ വേണ്ട വിധത്തിൽ അറിയിച്ചില്ല എന്നുള്ള ഒരു ആരോപണമാണ് ജെ ചിഞ്ചുറാണി ഉന്നയിച്ചത്. പക്ഷേ ഡീൻ അതിൽ പറയുന്ന ഒരു മറുപടി എല്ലാം പോലീസിന്റെ അന്വേഷണത്തിലാണ്, പോലീസ് തെളിയിക്കട്ടെ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ VC എടുത്ത നിലപാട് ഡീനിനെതിരായ ഒരു വ്യക്തമായ തെളിവുകൾ വന്നിട്ടില്ല, അതിനുശേഷം നടപടിയിലേക്ക് നീങ്ങാമെന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള സമരം, പ്രതിഷേധം ശക്തമാവുകയാണ്. KSUവിന്റെ റിലേ സമരം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസും BJPയും മാർച്ചുമായി രംഗത്തെത്തി. ഒപ്പം തന്നെ ABVPയുടെ സമരവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. നാളെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൂക്കോട് വെറ്റിനറി കോളേജ് സന്ദർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് നിലവിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി നിറഞ്ഞു നിൽക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി ചേർന്നത്. സംഭവത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. SFIയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു എന്ന് PM ആർഷോ ആരോപിച്ചു. ഒരു വിഷയത്തെ, ദാരുണമായ ഒരു സംഭവത്തെ അതിൻ്റെ വസ്തുത നിരത്തിക്കൊണ്ട് അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകേണ്ടുന്ന ഇടപെടേണ്ടുന്ന മാധ്യമങ്ങൾ ഇതിനെ വസ്തുതാ വിരുദ്ധമായി ഇത് SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന നിലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഇടപെടലാണ്. SFIയെ സംബന്ധിച്ച് ആ ക്യാമ്പസിനകത്ത് എന്നുള്ളതല്ല, ഒരു ക്യാമ്പസിലും റാഗിംഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കകത്ത് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കാത്ത, അത്തരം സമൂഹത്തിന് വിപത്തായിട്ടുള്ള, ക്യാമ്പസുകൾക്ക് വിപത്തായിട്ടുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ നിരന്തരം നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ആ നിലയിൽ തന്നെയാണ് പൂക്കോട് ഉൾപ്പെടെയുള്ള ക്യാമ്പസിനകത്ത് SFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഷാ ചേരുന്നുണ്ട്. അഖിൽ ഷാ, കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം, അത് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറഞ്ഞത് അല്പം മുൻപ് നമ്മൾ കേട്ടതാണ്. എൻ്റെ കുഞ്ഞിന് നീതി ലഭിച്ചില്ലെങ്കിൽ, മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തിയില്ലെങ്കിൽ കണ്ടെത്തും വരെ സമരത്തിലേക്ക് കടക്കുമെന്നുള്ള രീതിയിലാണ്. കുടുംബത്തിന് നീതി ലഭിക്കണം, അതാണ് അവരുടെ ആവശ്യവും. സ്മിത, തീർച്ചയായിട്ടും. അതായത് പ്രത്യേകിച്ച് ഈ പിതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 2 ദിവസത്തിനുള്ളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകന്റെ ഈ മരണത്തിന് കാരണമായ മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്നുള്ളതാണ് ഈ പിതാവിന്റെ ആവശ്യം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോയി സമരമിരിക്കും എന്നുള്ളൊരു വളരെ വൈകാരികമായ പ്രതികരണമാണ് പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം ഈ സർവകലാശാലയിലെ ഡീനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഈ ഡീനിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മറ്റു നടപടിയിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇന്ന് ഈ സർവകലാശാല VC ഉൾപ്പെടെ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത്, ഈ പറയുന്ന ഇയാൾക്കുള്ള പങ്ക് തെളിയാതെ ഈ ഡീനിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതിലും വലിയ തരത്തിലുള്ള വിഷമവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പിതാവ് നടത്തി. എന്തായാലും ഈ കുറ്റവാളികളെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം പിതാവ് വ്യക്തമാക്കുന്നു. ഒപ്പം ഈ പിടികൂടിയ പ്രതികൾ അത് അവർ കൃത്യമായി പ്രതികളാണോ എന്നുള്ളൊരു സംശയം കൂടി പിതാവ് ഉന്നയിക്കുന്നുണ്ട്. മറ്റ് ഈ യഥാർത്ഥ പ്രതികൾ എവിടെ, അവരെന്തുകൊണ്ട് ഇത്തരത്തിൽ പിടികൂടാനോ അവരുടെ അറസ്റ്റിലേക്ക് കടക്കാനോ പോലീസ് വൈകുന്നു, അവരെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി പിതാവ് ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു സമരത്തിന്, അതായത് പോലീസ് ഇതിൽ കൃത്യമായൊരു നീക്കം നടത്തിയില്ല എങ്കിൽ, സർക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമരത്തിനാണ് ഈ പിതാവും ഒപ്പം കുടുംബവും ഒരുങ്ങുന്നത്. സ്മിത, ശരി. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകളുമായി മടങ്ങിയെത്താം ഇടവേളയ്ക്കു ശേഷം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി പൂപ്പാറയിൽ വൻ തീപിടുത്തം. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി എത്തിച്ച പ്ലാസ്റ്റിക് പൈപ്പുകളാണ് കത്തിയത്.
1 മണിക്കൂറായിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാറിൽ നിന്ന് ഫയർഫോഴ്സ് അപകട സ്ഥലത്തെത്തി. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇതെന്താണ് സംഭവം? വലിയ തീപിടുത്തമാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. ആർക്കെങ്കിലും പരുക്കുണ്ടോ? സ്മിത, നിലവിൽ ആർക്കും പരിക്കുള്ളതായിട്ട് അറിവില്ല. 2 അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റുകളാണ് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. മൂന്നാറിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്നും ഫയർഫോഴ്സുകൾ എത്തി തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്താണ് ഈ തീപിടുത്തമുണ്ടായത്. ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള കണക്ഷൻ എത്തിക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾക്കാണ് ആ തീ പടർന്നു പിടിച്ചത്. ഒരു വലിയ അളവിൽ ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതുമാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ആദ്യമേ നാട്ടുകാർ തന്നെ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് പൈപ്പുകൾ പലതും വലിച്ച് മാറ്റിയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗത്തേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ആളുകൾക്ക് പരിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. രാഹുൽ, ഏതായാലും ആർക്കും പരിക്കില്ല എന്നുള്ള വിവരം കുറച്ച് ആശ്വാസമാണെങ്കിൽ പോലും അതിന് അടുത്തൊക്കെ തന്നെ ഈ വൈദ്യുതി കമ്പികളൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വലിയ തോതിലുള്ള ഒരു തീപിടുത്തം, അതിനുള്ള കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? തീ പടർന്ന് പിടിച്ചിട്ട് 1 മണിക്കൂറായി. അതിനുശേഷമാണ് ഫയർഫോഴ്സ് എത്തിയത് എന്നുള്ള നാട്ടുകാരുടെ ഒരു പരാതിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഫയർഫോഴ്സ് യൂണിറ്റ് പൂപ്പാറയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ നിന്ന് വരാൻ ഏകദേശം 3/4 മണിക്കൂറോളം സമയമെടുക്കും. പിന്നുള്ളത് നെടുങ്കണ്ടത്താണ്. അവിടെ നിന്ന് വരാനും ഏകദേശം അത്രയും തന്നെ സമയമെടുക്കും. ഇനി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വരണമെങ്കിൽ കട്ടപ്പനയിൽ നിന്ന് ഉൾപ്പെടെ എത്തേണ്ടതുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയമെടുക്കും. അത് തീ അണയ്ക്കാനുള്ള സമയം ഒരുപാട് വൈകിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഈ 2 യൂണിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് കൊണ്ട് തീ അണയ്ക്കാൻ കഴിയും, പെട്ടെന്ന് അണയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. ഈ തീ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ തീ പടർന്നതോടുകൂടി വലിയ തരത്തിൽ പുകയും കറുത്ത പുകയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇടുക്കി പൂപ്പാറയിലാണ് ഈ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായത്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി എത്തിച്ച പ്ലാസ്റ്റിക് പൈപ്പുകളാണ് കത്തിയത്. 1 മണിക്കൂറായിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവിടെ നടക്കുകയാണ്. രാഹുൽ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് നമുക്കൊപ്പം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണിനി. തൃശൂർ ചാലിശ്ശേരി പൂരത്തിനിടെ ആന ഇടഞ്ഞു. കൊമ്പൻ ചീരോത്ത് രാജീവ് എന്ന ആനയാണ് എഴുന്നള്ളിപ്പിന് തൊട്ടു മുൻപ് ഇടഞ്ഞത്. ആളുകൾ ചിതറി ഓടിയെങ്കിലും ആർക്കും പരുക്കില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചു. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? സ്മിത, വൈകുന്നേരം 5:30 കൂടിയാണ് ചാലിശ്ശേരി പൂരത്തിനിടെ ഈ ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊമ്പൻ ചീരോത്ത് രാജീവാണ് ഇടഞ്ഞത്. ആ സമയത്ത് ആനയെ കൂട്ടിയെഴുന്നള്ളിപ്പിന് കൊണ്ടുവരികയായിരുന്നു. മറ്റ് ആനകളെല്ലാം തന്നെ സമീപത്തുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ രാജീവ് എന്ന ആന ഇടയുന്നത്. തൊട്ടു പിന്നാലെ സമീപത്തുണ്ടായിരുന്ന മറ്റ് ആനകളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റി. പക്ഷേ ഈ ആനയെ നിയന്ത്രിക്കുന്നതിന് പാപ്പാന്മാർക്ക് ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. സമീപത്ത് തന്നെ എലിഫന്റ് സ്ക്വാഡിന്റെ ഉദ്യോഗസ്ഥരടക്കമുണ്ടായിരുന്നു. എലിഫന്റ് സ്ക്വാഡിന് വിവരം അറിയിക്കുകയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ആനയെ തളയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. ആ സമയം വലിയ ആൾക്കൂട്ടം ഈ പൂരത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ആന ഇടഞ്ഞ ഉടനെ തന്നെ ചിതറി ഓടുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആന ഏറെ നേരം പരിഭ്രാന്തി വരത്തി ഒരു പരക്കം പായുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പാപ്പാന്മാരും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡും ഏറെ നേരം നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനയെ ഇപ്പോൾ തളയ്ക്കാനായിരിക്കുന്നത്. സ്മിത, ശരി, സൂരജ് സജ്ജിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്. പൂരത്തിനിടെ ആന ഇടഞ്ഞു. പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ തളയ്ക്കുകയും ചെയ്തു. ബംഗളൂരുവിലെ ഹോട്ടലിൽ നടന്നത് IED സ്ഫോടനമെന്ന് സൂചന. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണോ എന്ന് സംശയമുണ്ടെന്ന് അന്വേഷണ സംഘം. കഫേയിൽ നടന്നത് സ്ഫോടനം തന്നെയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കണ്ട ബാഗാണ് പൊട്ടിത്തെറിച്ചതെന്നും മുഖ്യമന്ത്രി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, തുടക്കത്തിൽ അതൊരു ഗ്യാസ് പൊട്ടിത്തെറിയാണ് എന്നുള്ള സൂചനകളും ആ രീതിയിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ള വിവരം വരുന്നു. കൂടുതൽ വിവരം ലഭിക്കുന്നുണ്ടോ? സ്മിത, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയം മുമ്പാണ് ഇത് സ്ഫോടനം IED സ്ഫോടനം തന്നെയാണോ എന്നുള്ള സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതിന് പുറമെ നമുക്ക് സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അത് സിലിണ്ടർ സ്ഫോടനമല്ല എന്നത് വളരെ കൃത്യമായി തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹവും പറഞ്ഞത് IED സ്ഫോടനം തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അതൊരു അട്ടിമറി സാധ്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ബിസിനസ്
റൈവലറിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള റൈവലറിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണം കൂടി എന്തായാലും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്. DK ശിവകുമാർ പറയുന്നുണ്ട്. നിലവിൽ അവിടെ ഈ പറഞ്ഞ രാമേശ്വരം കഫേയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ NIA സംഘം, അതുപോലെ തന്നെ ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ഈ കേസ് അന്വേഷിക്കുന്ന എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുടെയും ഉന്നത സംഘം അവിടെ പരിശോധനകൾ നടത്തുകയാണ്. ഒന്നുപോലും വിട്ടുപോവാതെ കൃത്യമായ അർത്ഥത്തിലുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, ഒരു ബാഗ് അവിടെ ഉണ്ടായിരുന്നു, ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബാഗ് അവിടെ ഉണ്ടായിരുന്നു. ആ ബാഗാണ് പൊട്ടിത്തെറിച്ചതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയം മുമ്പ് സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എന്തായാലും അന്വേഷണം മുൻപോട്ട് പോകുന്നത്. മാത്രമല്ല, അതിൽ ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുൻപോട്ട് പോകുന്നത്. പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. IG-യുടെ നേതൃത്വത്തിലാണ് നിലവിൽ അവിടെ അന്വേഷണം നടക്കുന്നത്. മറ്റ് ഏജൻസികൾ, NIA പോലുള്ള ഏജൻസികളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ ഈ രാമേശ്വരം കഫേയിലുണ്ട്. ശരി, കഫേയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ട ബാഗാണ് പൊട്ടിത്തെറിച്ചതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. മനേഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. ലിസ്റ്റിൽ 125 പേരുണ്ടെന്നാണ് സൂചന. പ്രമുഖ നേതാക്കൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കും. ഉത്തർപ്രദേശിൽ 74 സീറ്റിൽ BJP മത്സരിക്കും. ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ BJP മോദിക്കൊപ്പം യോഗി ആദിത്യനാഥിനെയും പ്രചാരണ രംഗത്ത് സജീവമാക്കാൻ RSSന്റെ നിർദ്ദേശവുമുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ പട്ടിക ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. ആരെല്ലാം, എവിടെയെല്ലാം പ്രധാന സ്ഥാനാർത്ഥികൾ, ആ രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? സ്മിത, BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനായി ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പാർലമെന്ററി ബോർഡ് യോഗങ്ങൾ ഇന്ന് പുലർച്ചെ 4 മണിവരെ നീണ്ടുനിന്നിരുന്നു. ഇതിൽ പ്രധാനമായും 125 പേരുകളായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP-യുടെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ, ഈ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള നേതാക്കൾ ഉണ്ടാകും. ഒപ്പം ചില സസ്പെൻസ് കാൻഡിഡേറ്റുകൾ കൂടി ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള കങ്കണ റണൌട്ട്, അക്ഷയ് കുമാർ അടക്കമുള്ളവർ, ക്രിക്കറ്റ് മേഖലയിൽ നിന്നും യുവരാജ് സിംഗിന്റെ പേരും പട്ടികയിൽ ഉണ്ടായേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് അപ്രതീക്ഷിത പേരുകൾ കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. മുതിർന്ന നേതാക്കൾ പ്രധാനമായും 70ഓളം പേരെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട് ഇത്തവണ. ഡൽഹിയിൽ നിന്നുള്ള ഡോക്ടർ ഹർഷവർദ്ധൻ അടക്കമുള്ളവരെ ഇത്തവണ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയേക്കും എന്നാണ് BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. കേരളത്തിലെ A+ മണ്ഡലങ്ങൾ അടക്കം 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. എന്നാൽ ചില സീറ്റ് ധാരണകളിലും തീരുമാനമായിട്ടുണ്ട്. BJP-യുടെ കാര്യത്തിൽ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിൽ 74 സീറ്റുകൾ BJP-യും 6 സീറ്റുകൾ സഖ്യകക്ഷികളും മത്സരിക്കുമെന്ന ധാരണയായിരിക്കുന്നു. ഇത്തരത്തിൽ അസമിൽ ആകട്ടെ 3 സീറ്റുകളാണ് സഖ്യകക്ഷികൾക്ക് നൽകുന്നത്. എന്നാൽ മറ്റ് ചില പ്രധാന സംസ്ഥാനങ്ങളായ ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സഖ്യകക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളിൽ ഇപ്പോഴും അന്തിമ ധാരണ ആയിട്ടില്ല. പ്രധാനമായും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷമുണ്ടായ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ ഇല്ലാത്ത പാർട്ടികൾ, അതായത് NCP 2 ആയിരിക്കുന്നു, ഒരു വിഭാഗം BJP-ക്കൊപ്പമുണ്ട്, ശിവസേനയിലെ ഒരു വിഭാഗവും BJP-ക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ 2019 ഫോർമുല ഇപ്പോൾ പ്രായോഗികമാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ പുതിയൊരു ഫോർമുല രൂപീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ബീഹാറിൽ അവസാന ഘട്ടത്തിലാണ് JDU BJP-ക്കൊപ്പം ചേർന്നത്. അതുകൊണ്ട് തന്നെ മുൻ ധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഒരു അന്തിമ രൂപമായാൽ മാത്രമായിരിക്കും പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അടക്കം ഇത് ബാധിക്കുന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമായ ശേഷം ഈ 3-ാം തീയതി മാർച്ച് 3-ന് പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പൊതുജനം കഴുതയല്ല സാർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.